ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? നെയ്ച്ചോറ് ഉണ്ടാക്കണം. ഞാൻ ആദ്യമൊക്കെ നെയ്ച്ചോറ് ഈസി ആയിട്ടുള്ള നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കണം. ഇനി ഞാൻ ഉള്ളി വാട്ടിയാണ്ട് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കണതാണ് കാണിക്കുന്നത്. അപ്പൊ ഞാനിതിക്ക് നെയ്യ് നമ്മളെ സാധാ മിൽമന്റെ നെയ്യാട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ഇച്ചിരി അതേപോലെ നമ്മളെ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ആക്കുക. ചൂടായിട്ടോ. അതിന്റെ ശേഷം നമ്മള് വലിയ ഉള്ളി ഉണ്ടല്ലോ, വലിയുള്ളി ആഡ് ചെയ്യുക. ഇതില് ഞാൻ കൂടുതൽ ഹൈലൈറ്റ് ആക്കി കൊടുക്കുന്നത് നല്ല ആഡ് ചെയ്തങ്ങാണ്ട് അതൊന്ന് വാട്ടിങ്ങാണ്ട് ഉണ്ടാക്കൂലേ, അങ്ങനത്താണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിന് ആവശ്യത്തിന് ഇപ്പൊ തന്നെ ഉപ്പ് ആഡ് ചെയ്യണേ. നല്ലോണം ആക്കിയാണ്ട് കറുത്ത കളറാക്കുന്നില്ല, ബ്രൗൺ കളർ ആക്കിയിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറി ആട്ടത്. ഇന്നലെ ഞങ്ങള് കഴിച്ചതിന്റെ ബാലൻസ് ആണ്. അപ്പൊ ഇത് ഞാൻ ചൂടാക്കി എടുക്കുകയാണ്. ഒരു ഇച്ചിരി ഉണ്ടാക്കണുള്ളൂ ഞാന് നെയ്ച്ചോറ്. ഇച്ചിരി പറഞ്ഞാലൊരു 3 കൈയൊക്കെ ഉണ്ടാവില്ലേ, 2 അളവ് എടുത്തിട്ടില്ല ഞാനത്. അപ്പൊ ഇത് വെച്ചിട്ട് ഇതാക്കാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് സാധാ ചോറും ഉണ്ടാക്കാം. ഏലക്കായി ആഡ് ചെയ്തിക്കണേ, പട്ടി ആഡ് ചെയ്തിട്ടോ. അത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പൊ ഈ ഒരു കളറിലിട്ടോ, ഈ ഒരു കളറിൽ മതി. ഇത്ര കളറാണ് ഞാൻ ചെയ്യുന്നത് നെയ്ച്ചോറിന്. അപ്പൊ എന്താണെന്നറിയോ, ഈ രീതിക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളം യൂസ് ആക്കും. ഞാൻ നിങ്ങൾക്ക് അരി എടുത്തത് കാണിച്ചതില്ല. എത്ര ഞാൻ അളവൊന്നും എടുത്തില്ല കേട്ടോ. എനിക്കിപ്പോ അളവൊന്നും വേണ്ട, ഒരു സുമാറിലൊക്കെ ചെയ്യാനറിയും. അപ്പൊ ഞാൻ എന്റെ ആ എടുത്തതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ എടുക്കുന്നത്. ഈ വെള്ളത്തിന്റെ കളർ കണ്ടില്ല നിങ്ങള്, ഒരു നമ്മളെ ഉള്ളി ആ വാട്ടിയത് അതിന്റെ ഇതായിട്ടാണ്. ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ഈ കളറിലാണ് ഞാൻ നെയ്ച്ചോറിന് ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ ഇനി ഞാൻ വെള്ളം തിളക്കൊന്നും വേണ്ട, അതിന്റെ മുന്നേ നമുക്ക് റൈസ് ആഡാക്കാം. ഉള്ളി വെച്ചിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ഒന്ന് 2-3-4 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഉപ്പ് ഒന്നുകൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ലിഡ് ക്ലോസ് ആക്കാം കേട്ടോ. എന്നിട്ട് ഒരു വിസില് മതി. ഇനി അത് വിസിലടിക്കട്ടെ. ഈ ലെവലിലും ഈ ഒരു ടേസ്റ്റിലും നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതായത് ഉള്ളി കൂടുതൽ മൂപ്പിച്ചെടുത്തിട്ട് അതിന്റെ കളറ് നമ്മളുണ്ടല്ലോ, ആ ഉള്ളിന്റെ കളറാണ് നമുക്ക് ഫ്ലേവറായിട്ട് ഇറങ്ങാം. ആ രീതിയിലുള്ള നെയ്ച്ചോറാണ്. അപ്പൊ നമുക്കിത് ഇനി ഒരു വിസിലടിച്ചിട്ട് നോക്കാട്ടോ എങ്ങനെ കിട്ടണമെന്നുള്ളത്. ഇവിടെ നല്ല നെയ്ച്ചോറൊക്കെ തിന്ന് കഴിച്ചു ഞങ്ങള്. ഇതിപ്പോ ഞങ്ങള് കൊറേ ആയിട്ട് ഷവർമ്മ. അപ്പൊ ഷവർമ്മ ഇതിന്റെ അടിയിൽ വാങ്ങീനിട്ടോ. ഓർക്ക് ഇപ്പോഴും വേണം ഷവർമ്മ. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മളെ ഈ ചെടിന്റെ മറവിലുണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. എന്റെ പല്ലല്ല, എന്റെ സ്വർണ്ണപ്പല്ല് അയക്കുന്നു. അപ്പൊ അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. 2 ആൾക്കും ഒരേമാതിരി ബ്ലാക്ക് ഒക്കെ ഇട്ട് പോകുകയാണ്. ജമിലൊക്കെയല്ലടാ ഞങ്ങൾ പോവാം. Alam mo na.
നിങ്ങളടുത്ത് നെറ്റ് ഉണ്ടോ? ഇത് ഹലോ, ഞങ്ങളിവിടെ എത്തിക്കുന്നു. ഹലോ, ഞങ്ങളിവിടെ എത്തിക്കണേ. ഞാൻ കൊടുക്കണം ചേട്ടാ. അക്കര പോകാൻ പരിപാടി ഉണ്ടോ? ഉമ്ര ചെയ്യാം, ഉമ്ര വിസിക്കാം. അപ്പൊ നിങ്ങളെ ഫോട്ടോ വേണ്ടേ? നമ്മളെ ഫോട്ടോ വേണ്ടേ? ഉണ്ടോ? ഞങ്ങള് പോകാണ് ഫുഡ് കഴിക്കാനായി. അപ്പൊ ഞങ്ങള് സ്പാനിഷിലാണ് ഞങ്ങൾ വരുന്നത്. എന്താ വാങ്ങുക? ഷവർമ വാങ്ങാം അല്ലേ? ആ ഷവർമ. അല്ലെങ്കിൽ ബ്രോസ്റ്റ് ആണ് ഇതാക്കണം. അവിടെ ഷവർമ ഉണ്ടാക്കുക. ലാസ്റ്റ് ബ്രോസ്റ്റ് അതിലെ. ഓക്കെ, കൊറേ ഐറ്റംസ്. എന്താ മണം? അപ്പൊ
ഞാൻ രണ്ട് സ്ഥലത്താണ്. അപ്പൊ ദാട്ടോ ഞങ്ങൾ കഴിക്കട്ടെ. രണ്ടാക്ക് ലെഗ് പീസാ. അപ്പൊ ഞങ്ങൾ കഴിച്ചു കേട്ടോ. കുറച്ച് ബാക്കിയില്ല. ഗുലാബ് ജാമുൻ. ഇത്